അടുത്ത കേസ് പറയുന്നത് ഇറ്റ് പ്ലസ് ബി ഒറ്റ ബ്രാക്കറ്റിലാണ്, ആഡ്ജക്റ്റീവ് അടുത്ത ബ്രാക്കറ്റിൽ, ഓർ നൗൺ അല്ലെങ്കിൽ പ്രൊനൗൺ അത് ഒരു ബ്രാക്കറ്റിൽ, ടു ഇൻഫിനിറ്റീവ് അടുത്ത ബ്രാക്കറ്റിൽ. അപ്പോൾ എന്താ വരിക? ഇറ്റ് പ്ലസ് ബി പ്ലസ് ആഡ്ജക്റ്റീവ് പ്ലസ് നോൺ ഓർ പ്രൊനൗൺ പ്ലസ് ടു ഇൻഫിനിറ്റീവ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ നമുക്ക് പഠിക്കാം. ഇറ്റ് ഈസ് കൈൻഡ് ഓഫ് യു ടു ഹെൽപ്പ് us. അപ്പോൾ എന്താണ് വരിക? ഇറ്റ് ഈസ് എന്ന് പറയുമ്പോൾ ഇറ്റ് പ്ലസ് ബിയിൽ വരും. ആഡ്ജക്റ്റീവ് കൈൻഡ് ആണ് അല്ലേ? കൈൻഡ് ആഡ്ജക്റ്റീവ് ആണ്. നൗൺ പ്രൊനൗൺ എന്ന് പറയുന്നത് ഓഫ് പ്ലസ് നൗൺ അല്ലെങ്കിൽ പ്രൊനൗൺ. ഓഫ് എന്ന് പറയുമ്പോൾ പ്രൊനൗൺ എന്ന് പറയുമ്പോൾ യു ഉണ്ട് അവിടെ. യു പ്രൊനൗൺ ആണ്. ഓക്കെ, അത് പ്രൊനൗണിൻ്റെ കേസിലേക്കും പോവാം. ഓഫ് യു എന്ന് പറയുന്നത് പ്രൊനൗൺ കേസിൽ കൊടുത്താൽ മതി. ടു ഇൻഫിനിറ്റീവ് അതെന്താ? ടു ഹെൽപ്പ് us. ഓക്കെ, അപ്പോൾ എന്താണ്? ഇറ്റ് ഈസ് കൈൻഡ് ഓഫ് യു ടു ഹെൽപ്പ് us. ഓക്കെ, ആ സെൻറ്റൻസ് ക്ലിയർ ആണോ? പിന്നെ അടുത്ത കേസ് സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ആഡ്ജക്റ്റീവ് പ്ലസ് ടു ഇൻഫിനിറ്റീവ്. അവിടെ എന്താ പോയ കേസ് എന്താണ്? അവിടെ നോൺ പ്രൊനൗൺ കേസസ് റിമൂവ് ചെയ്തു, ബാക്കി എല്ലാം ഉണ്ട്. അപ്പോൾ എന്തായിരിക്കും വരിക? ദിസ് ബുക്ക് ഈസ് ഈസി ടു റീഡ്. ഈ ബുക്ക് ഭയങ്കര എളുപ്പമാണ് വായിക്കാൻ അല്ലെങ്കിൽ പഠിക്കാൻ. അപ്പോൾ ദിസ് ബുക്ക് ഈസ് എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് വെർബ് എന്ന് വരും. അവിടെ ബുക്ക് സബ്ജക്റ്റ് ആണല്ലോ അല്ലേ? എഡ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ ആഡ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ ഈസി വിശേഷിപ്പിക്കുകയല്ലേ ചെയ്തത്. ടു ഇൻഫിനിറ്റീവ് ടു റീഡ്. ടു ഇൻഫിനിറ്റീവ് എന്ന് പറയുമ്പോൾ ടു റീഡ് എന്നാണ് വരിക. ദിസ് ബുക്ക് ഈസ് ഈസി ടു റീഡ്. ഓക്കെ, ക്ലിയർ സെൻറ്റൻസും കേസും ക്ലിയർ ആയല്ലോ അല്ലേ? അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ദർ പ്ലസ് ബി പ്ലസ് സബ്ജക്റ്റ് ആ ഒരു കേസ് പഠിക്കുന്നത്. രണ്ടാമത്തെ കേസ് സബ്ജക്റ്റ് പ്ലസ് വെർബ് എന്നുള്ള ഒരു ഒറ്റ ബ്രാക്കറ്റിൽ പ്ലസ് ആഡ്ജക്റ്റീവ് പ്ലസ് ടു ഇൻഫിനിറ്റീവ്, അത് രണ്ടാമത്തെ കേസ്. ഇനിയും കുറേ കേസസ് വരുന്നുണ്ട്, നമുക്ക് 1 by 1 ആയിട്ട് പഠിക്കാം. അപ്പോൾ ആദ്യത്തെ കേസ് ദർ പ്ലസ് ബി പ്ലസ് സബ്ജക്റ്റ് ആണ്. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ, ദർ ഇസ് എ ബുക്ക് ഓൺ ദ ഡെസ്ക് എന്ന് പറയും. അപ്പോൾ ദർ ഇസ് എന്ന് പറഞ്ഞാൽ ഒരു കേസ് ഉണ്ട്. ഓക്കെ, ബി എന്ന് പറയുന്ന കേസിൽ ദർ പ്ലസ് ബി എന്ന് പറയുന്ന ഒരൊറ്റ ബ്രാക്കറ്റിലാണ്. ഓക്കെ, സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ എ ബുക്ക് ഓൺ ദ ഡെസ്ക് എന്ന് പറയുന്നത് ഒരു അടുത്ത ബ്രാക്കറ്റിൽ വരും. ഓക്കെ, അപ്പോൾ ദർ ഇസ് എ ബുക്ക് ഓൺ ദ ഡെസ്ക്. ദർ പ്ലസ് ബി എന്ന് പറയുന്നത് ദർ ഈസ് എന്നാണ് വരുന്നത്. ഈ സബ്ജക്റ്റ് എന്ന് പറയുന്നത് എ ബുക്ക് ഓൺ ദ ഡെസ്ക് എന്നാണ് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? പിന്നെ ദർ ആർ 12 months in a year. ദർ ആർ എന്നുള്ളത് ദർ പ്ലസ് ബിയിലും സബ്ജക്റ്റിൻ്റെ ഇതിലാണ് 12 months in a year എന്നുള്ള ഒരു കേസും വരുന്നത്. ഓക്കെ, പിന്നെ അടുത്ത കേസ് സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ആഡ്ജക്റ്റീവ് പ്ലസ് ടു ഇൻഫിനിറ്റീവ് എന്നാണ്. സബ്ജക്റ്റ് പ്ലസ് വെർബ് എന്നാണ് ഒറ്റ ബ്രാക്കറ്റും പ്ലസ് ആഡ്ജക്റ്റീവ് പ്ലസ് ടു ഇൻഫിനിറ്റീവ് എന്നാണ് വരുന്നത്. അപ്പോൾ അതിൽ മൈ ബ്രദർ ഈസ് ഈഗർ ടു ജോയിൻ ദ ആർമി. ഓക്കെ, മൈ ബ്രദർ ഈസ് എന്നുള്ളത് എന്ത് വരും? സബ്ജക്റ്റ് പ്ലസ് വെർബ് എന്ന് വരും. ഈഗർ എന്ന് പറയുന്നത് അഡ്ജക്റ്റീവാണ്, വിശേഷിപ്പിക്കില്ലേ ചെറുതായിട്ട് അല്ലേ? ടു ജോയിൻ ദ ആർമി ടു എന്ന് വരുന്നുണ്ട്. ഇൻഫിനിറ്റീവ് അവിടെ വരുന്നത് ടു ജോയിൻ ദ ആർമി എന്നാണ് വരുന്നത്. ഓക്കെ, ടു ജോയിൻ ദ ആർമി ഇൻഫിനിറ്റീവ് ആണ്. ഓക്കെ, ഇത്ര എടുത്ത് മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത കേസ് പഠിക്കാം.